ഇന്നിപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ഒരു അഭിമുഖം ആജ് തക്കിൽ വന്നിട്ടുണ്ട്. അതിൽ വളരെ ഈസിയായി NDA ജയിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലീൻ സ്വീപ്പ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് തികച്ചു കിട്ടില്ല, അതിലപ്പുറം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അപ്പോൾ നിതീഷ് കുമാർ അപ്പോഴേക്കും അടുത്ത മറ്റൊരു പദ്ധതിയുമായിട്ട് വരുമായിരിക്കും. അപ്പോൾ ആരും പാർട്ടിക്കാണോ അതോ NDAക്കാണോ? അല്ല, നിതീഷ് കുമാറിന്റെ സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കൂടുതൽ കിട്ടിയാൽ ഞാൻ ഈ പണി നിർത്തും. അതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ഇപ്പൊ 45 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര അവിടെ എത്തുമ്പോൾ ഉള്ള കോൺഗ്രസിനുള്ള പിന്തുണ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബീഹാറിലെ യാത്രയിൽ എത്ര കോൺഗ്രസ് MLA-മാർ വരുമെന്നുള്ള വിഷയം കൂടിയുണ്ട്. 18-ൽ 9 പേരെ വരുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കണക്കിനി വരാനിരിക്കുന്നേ ഉള്ളൂ. നാളെയും കൂടി ഉണ്ടല്ലോ യാത്ര. പക്ഷേ ലാലു വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. അപ്പോഴും ഈ മുന്നണി ഈ രൂപത്തിൽ ഒരു വലിയൊരു മുന്നണിയായി 28 പാർട്ടികളുടെ മുന്നണിയായി തുടരുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും മമത മുന്നണിയിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.